രഘുചേട്ടൻ അവന് സാധനം വാങ്ങാൻ പറഞ്ഞയച്ച ശേഷം ഈ തമ്പുരാൻ പിന്നെ മടങ്ങി വന്നിട്ടുമില്ല. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, ഈ അഭിനവിനെ എന്ത് കണ്ടിട്ടാ ഹൈജാക്കേഴ്സ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ബാക്കി എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഇവന് മാത്രം പിടിച്ചു വെച്ചിരിക്കുന്നു മണ്ടന്മാർ. മാത്രമല്ല, എന്താ അവരുടെ ഡിമാൻഡ്? 200 കോടിയോ? എനിക്ക് തോന്നുന്നത് ഈ അഭിനവ് തന്നെ അവരോട് പറഞ്ഞു കാണും അവന്റെ ഭാര്യ വീട്ടിൽ 200 കോടിയുടെ സ്വത്തുണ്ടെന്ന്. അനന്യ മാഡം, അഭിനവ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവൻ സൈലന്റ് ആണ്. പക്ഷെ ഹൈജാക്ക് ചെയ്തവർ തന്നെയാണ് പറഞ്ഞത് 200 കോടി കിട്ടിയില്ലെങ്കിൽ അഭിനവിനെ അവർ കൊന്നുകളയുമെന്ന്. അപ്പോ പിന്നെ അവനെ രക്ഷിക്കാൻ നമ്മുടെ മുഴുവൻ സ്വത്തും വിറ്റു തുളയ്ക്കണോ? അവൻ ചാകട്ടെ, അത് തന്നെയാണ് നല്ലത് അനന്യയ്ക്കും ഈ ഫാമിലിക്കും. ഷാർമിള TV ഓൺ ചെയ്തു. അപ്പോൾ ടിവിയിൽ കണ്ട ന്യൂസ് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു. കൊച്ചിയിൽ നിന്നും തുർക്കിയിലേക്ക് പോയ ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അഭിനവ് നാളെ ബന്ദിയാക്കിയ അവർ 200 കോടിയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇതല്ല. എന്നാൽ അവൻ കഷ്ടപ്പെട്ട് സ്വയം നിയന്ത്രിച്ചു. നോക്കനന്യ, ടൈഗറിന്റെ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കണം, നിനക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് പിറന്നാളിന് കിട്ടണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ആ ശ്രീരാഗന്റെ പുറകെ പോകുന്നതെന്നുണ്ടെങ്കിൽ വേണ്ട. ഇതൊക്കെ നിനക്ക് നൽകാൻ ഇപ്പൊ എനിക്ക് സാധിക്കും. എന്റെ കൂടെ പുറത്തു വന്നാലും നിന്റെ ഈ ആഗ്രഹങ്ങളെല്ലാം ഞാൻ നടത്തിത്തരാം. അഭിനവ് അനന്യയെ നോക്കി തന്റെ ഓഫർ നൽകി. അനന്യ ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ പതുക്കെ പറഞ്ഞു, ഇല്ലില്ല, ഞാൻ ശ്രീരാഗനൊപ്പം തന്നെ പോകും. നിന്നെക്കാൾ എത്രയോ ബെറ്റർ അവനാണ്. അതുമല്ല, ഇതൊക്കെ തരാൻ വേണ്ടി നീ ഇപ്പൊ കടം വാങ്ങിയിട്ട് പിന്നെ പട്ടിപ്പണി എടുക്കേണ്ടി വരും. ഈ ആവേശമൊന്നും അപ്പ കാണില്ല. അനന്യ പറഞ്ഞു. സത്യത്തിൽ അനന്യയ്ക്ക് ശ്രീരാഗനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അബിയെ കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതായിരുന്നു ഇത്. റോഷ്നിയുമായി അബി അനാവശ്യമായി അടുപ്പം കാണിക്കുന്നത് അനന്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതിനൊരു പ്രതികാരം എന്ന നിലയിലും കൂടിയായിരുന്നു അവൾ അബിയുടെ മുന്നിൽ വെച്ച് ശ്രീരാഗുമായി അടുത്തു പെരുമാറാൻ ശ്രമിക്കുന്നത്. അതുമാത്രമല്ല, പ്രോട്ടോൺ പബ്ലിഷേഴ്സ് എന്ന ടൈഗറിന്റെ അണ്ടറിലുള്ള കമ്പനി ഇപ്പോൾ കേദാർ ഗ്രൂപ്പുമായി ഒരു ഡീല് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ തങ്ങളുടെ പെർഫോമൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവർ ഈ ഡീൽ ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ ശ്രീരാഗിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ ധൈര്യമായി അവൾക്ക് ശ്രീരാഗിന്റെ സപ്പോർട്ടിനായി അവന്റെ അടുത്തേക്ക് ചെല്ലാനും കഴിയും. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവൾ ശ്രീരാഗിനോട് ഇപ്പോൾ അടുത്തു പെരുമാറുന്നത്. അനന്യ, ഒരിക്കൽ കൂടി ആലോചിക്കുക. ഞാൻ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ രണ്ടാമതൊരവസരം നൽകാറുള്ളൂ, അബി ഗൗരവത്തോടെ പറഞ്ഞു. ഇത് കേട്ട് അനന്യ പുരികം ചൊളിച്ച് അഭിനവിനെ നോക്കി. എനിക്ക് നിന്റെ ആദ്യത്തെ അവസരവും വേണ്ട, രണ്ടാമത്തെ അവസരവും വേണ്ട, മനസ്സിലായല്ലോ? ദയവായി ഇനി എന്നെ സമാധാനത്തോടെ ഉറങ്ങാൻ അനുവദിക്കൂ. അനന്യ അത്രയും പറഞ്ഞുകൊണ്ട് പുതപ്പെടുത്ത് തലവഴി മൂടിക്കിടന്നു. ഉടൻ തന്നെ അവൾ ഉറങ്ങുകയും ചെയ്തു. അബി ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അനന്യയുടെ ഉള്ളിൽ അവളുടെ അമ്മ ശർമിളയാണ് ഇത്രയും വിഷം നിറച്ചതെന്ന് അവന് തോന്നി. പാവം, ആ മണ്ടിയ സ്ത്രീ അറിയുന്നില്ലല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ മണ്ടത്തരമാണെന്ന് അബി ചിന്തിച്ചു. ശേഷം അവൻ കുളിക്കാൻ പോയി. കുളിച്ച് പുറത്തു വന്ന ഉടനെ അവന് വിശക്കാൻ തുടങ്ങി. കുറച്ചു നേരം വിശപ്പ് സഹിച്ചിരുന്നുവെങ്കിലും അവൻ അസ്വസ്ഥനായി. ഭക്ഷണം കഴിക്കാതെ ഇന്ന് ശരിയായി ഉറങ്ങാൻ പോലും കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ അവൻ ഒറ്റയ്ക്ക് മുറിയിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിച്ചില്ല. പുറത്തു പോയാൽ തീർച്ചയായും ശർമിള അവിടെ നിൽപ്പുണ്ടാകും എന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് വിശപ്പ് അടക്കിപ്പിടിച്ച് അഭിനവന്റെ ഫോണിൽ സമയം കളയാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൻ മുൻപ് തന്റെ ഫോണിൽ ശ്രദ്ധിക്കാതിരുന്ന ഒരു ആപ്ലിക്കേഷൻ കണ്ടത്. അബി ജിജ്ഞാസയോടെ അത് തുറന്നു നോക്കിയപ്പോൾ അത് തന്റെ കാറിൽ ഘടിപ്പിച്ചിരുന്ന ക്യാമറകളുടെ ആപ്ലിക്കേഷനാണെന്ന് മനസ്സിലായി. ആ ആപ്ലിക്കേഷൻ തുറന്ന ഉടനെ കാറിലെ ആ ക്യാമറകൾ ഇതുവരെ റെക്കോർഡ് ചെയ്ത എല്ലാ വീഡിയോകളും അവന്റെ മുന്നിൽ വന്നു. അഭിനവ് ഉടനെ ആ വീഡിയോകൾ പരിശോധിക്കാൻ തുടങ്ങി. അതിൽ ദേവൻ അയച്ച ഗുണ്ടകൾ അവനെ തട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോഴുള്ള വീഡിയോയും അവൻ കണ്ടെത്തി. ആ തട്ടിക്കൊണ്ടുപോകുന്നവർക്ക് അവിടെ കിടക്കുന്ന കാറിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയില്ലായിരുന്നു. അവരതറിയാതെ കൃത്യമായി ക്യാമറയുടെ മുന്നിലും മറ്റും വന്ന് നിൽക്കുന്നതുകൊണ്ട് അവരുടെ എല്ലാ മുഖങ്ങളും വ്യക്തമായി റെക്കോർഡ് ചെയ്തിരുന്നു. ആ ആളുകളെ പിടികൂടി അവരിൽ നിന്ന് ദേവനെതിരായി മൊഴി പറയുന്നത് റെക്കോർഡ് ചെയ്താൽ ദേവന്റെ ബിസിനസ് ഫീൽഡിലുള്ള സൽപ്പേര് മുഴുവൻ നശിക്കുമെന്ന് അബി കണക്കൂട്ടി. അതോടെ അവൻ തന്റെ വിശപ്പ് മറന്ന് പലതരം കണക്കുകൂട്ടലുകളോടെ ഉറങ്ങി. അടുത്ത ദിവസം അബി അനന്യയോടൊപ്പമാണ് പുറത്തേക്കിറങ്ങിയത്. അവിടെ ശർമിള പുഞ്ചിരിയോടെ നിൽക്കുന്നത് അവൻ കണ്ടു. ഇവർക്കിതുപോലെ ചിരിക്കാനൊക്കെ അറിയോ? ഭാഗ്യം, ഇങ്ങനൊരു മുഖം കാണാൻ കഴിഞ്ഞല്ലോ. അബി പെറുപിറുത്തു. ശർമിള അനന്യയെ കണ്ട ഉടനെ അവളുടെ അരികിലേക്ക് ഓടി വന്ന് ഹാപ്പി ബർത്ത്ഡേ മൈ പ്രിൻസസ് എന്ന് പറഞ്ഞു. ശർമിള അത് പറഞ്ഞതിനോടൊപ്പം തന്നെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന മറ്റുള്ളവരുടെ ശബ്ദം ഒരുമിച്ച് മുഴങ്ങി. ഹാപ്പി ബർത്ത്ഡേ അനന്യ, താങ്ക് യു എവരിവൺ, അനന്യ സന്തോഷത്തോടെ പറഞ്ഞു. പിന്നെ
അഭിനവിനൊന്ന് നോക്കി. രാവിലെ എഴുന്നേറ്റ ഉടനെ അഭിനവ് അനന്യയ്ക്ക് ജന്മദിനാശംസകൾ നേരാത്തതിനെ ചൊല്ലി അവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അനന്യയ്ക്ക് താൻ ലേലത്തിൽ വാങ്ങിയ മോതിരം സമ്മാനിച്ചുകൊണ്ട് ജന്മദിനാശംസകൾ നേരണമെന്ന് അഭിനവ് കരുതിയിരുന്നു. അനന്യ ഇപ്പോഴും വളരെ ദേഷ്യത്തിലായിരുന്നു. കാരണം അല്പം മുമ്പ് മുറിയിൽ വെച്ച് രണ്ടുപേരും റോഷ്നിയുടെയും ശ്രീരാഗിൻ്റെയും കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടിരുന്നു. തൻ്റെ ഭർത്താവായിരിക്കുന്നിടത്തോളം കാലം റോഷ്നിയുടെ പിറകെ പോകരുതെന്ന് അനന്യ അവനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ, നിനക്ക് ശ്രീരാഗിൻ്റെ കൂടെ പോകാമെങ്കിൽ എനിക്ക് റോഷ്നിയുടെ കൂടെയും പോകാം എന്ന് അഭി തിരികെയും പറഞ്ഞു. ഇതിൻ്റെ പേരിൽ രണ്ടുപേരും തർക്കിച്ചു. ഒടുവിൽ മടുത്തപ്പോഴാണ് അവർ പുറത്തേക്ക് വന്നത്. രണ്ടുപേരും ദേഷ്യത്തോടെ ഒന്ന് നോക്കി ഡൈനിങ് ടേബിളിലേക്ക് ചെന്നു. ഡൈനിങ് ടേബിളിൽ ഇന്ന് പലതരം വിഭവങ്ങളുണ്ടായിരുന്നു. രാജീവും അനന്യയുടെ തലയിൽ കൈവച്ച് ബർത്ത്ഡേ വിഷസ് പറഞ്ഞു. അപ്പോൾ ഇന്ന് ജന്മദിനത്തിന് എന്താണ് പ്ലാൻ മോളെ? രാജീവ് വാത്സല്യത്തോടെ അനന്യയോട് ചോദിച്ചു. ഇന്ന് എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ച് ആസ്വദിക്കാനുള്ള പ്ലാനാണ്, അനന്യ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ തനിക്കായി ഒരു കസേര വലിച്ചിട്ട് അതിലിരുന്നു. അഭിയും ഒന്നും മിണ്ടാതെ അവരുടെ അരികിലിരുന്നു. നിങ്ങൾ കുറച്ചു കഴിയുമ്പോഴേക്കും ഓഫീസിലേക്ക് വരുമല്ലോ അല്ലേ? ഹരിദേവൻ അനന്യെ നോക്കി ചോദിച്ചു. അതെ, പക്ഷേ എനിക്ക് 2 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങേണ്ടി വരും മുത്തച്ഛ. അനന്യ കണ്ണുകൾ ഉയർത്തി പറഞ്ഞു. അത് പ്രശ്നമല്ല, ഇന്ന് നിനക്ക് ഞാൻ എന്ത് ഇളവ് വേണമെങ്കിലും തരും. കാരണം ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണല്ലോ. ഇത്തവണ ബർത്ത്ഡേ സ്പെഷ്യൽ ആക്കണം. നീ കാരണമല്ലേ പ്രോട്ടോൺ പബ്ലിഷേഴ്സിന്റെ ഡീൽ നമുക്ക് പിടിക്കാൻ പറ്റിയത്. ഹരിദേവൻ സന്തോഷത്തോടെ പറഞ്ഞു. പിന്നെ അവള് വിചാരിച്ച കുറെ നടക്കും. ഞാൻ ഇടപെട്ടില്ലായിരുന്നേ കാണായിരുന്നു. അഭിനവ് പതുക്കെ മനസ്സിൽ പറഞ്ഞു. നമുക്ക് ഈ ഡീല് കിട്ടി എന്നുള്ളത് നേരാണ്. പക്ഷെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കരാർ ഇപ്പോ നിന്റെ കൈകളിലാണ്. ഇപ്പോ നീയാണ് നമ്മുടെ കമ്പനിയിലെ CEO. ഇത്ര ഉയർന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് എന്തെങ്കിലും തെറ്റുവരുത്തിയാൽ അത് നമ്മുടെ കമ്പനി മുഴുവൻ ബാധിക്കും. അതുകൊണ്ട് ഓരോ തീരുമാനവും ആലോചിച്ച ശേഷം മാത്രം എടുക്കുക. ഹരിദേവന്റെ വാക്കുകൾ കേട്ട് അനന്യ തലയാട്ടി. വിഷമിക്കേണ്ട മുത്തച്ഛ, ഞാൻ നിങ്ങൾക്കോ കമ്പനിയിലെ മറ്റുള്ളവർക്കോ പരാതിപ്പെടാൻ അവസരം നൽകില്ല, അനന്യ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അനന്യയുടെ ആത്മവിശ്വാസം കണ്ട് ഹരിദേവൻ പുഞ്ചിരിയോടെ തലയാട്ടി. പിന്നെ പോക്കറ്റിൽ നിന്ന് 2 ടിക്കറ്റുകൾ എടുത്തു. ഇത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ സമ്മാനം. സിനിമാ ഹാളിലേക്കുള്ള 2 ടിക്കറ്റുകൾ. ഇന്ന് ഉച്ചയ്ക്കുള്ള ഷോയാണ്. അഭി നിന്നെ കൊണ്ടുപോകും. ഹരിദേവൻ പറഞ്ഞു കേട്ട ഉടനെ അഭിനവ് അത്ഭുതത്തോടെ അയാളെ നോക്കി. ഹരിദേവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവൻ കരുതിയിരുന്നില്ല. ശർമിളയ്ക്ക് അത് കേട്ട് ദേഷ്യം വന്നു. പക്ഷെ അച്ഛ, അനന്യയ്ക്കിന്ന് ശ്രീരാഗിനൊപ്പം പുറത്തു പോകാനൊരു പ്ലാനുണ്ട്. അനന്യയും ശർമിളയുടെ വാക്കുകളെ പിന്തുണച്ചു. അതേ മുത്തച്ഛ, ഇന്നെനിക്ക് ശ്രീരാഗിനൊപ്പം പുറത്തു പോകാനുണ്ട്. അവർ പറഞ്ഞത് ഹരിദേവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതെന്തിനാണ് ശ്രീരാഗ് നിന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? നിന്റെ ഭർത്താവ് ശ്രീരാഗ് അല്ലല്ലോ, അഭിനവല്ലേ. നിനക്ക് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അത് അഭിയുടെ കൂടെ പോയാൽ മതി. എന്താ, സ്വന്തം ഭാര്യയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അഭിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഹരിദേവൻ തന്റെ ഘനഗംഭീരമായ ശബ്ദത്തിൽ അഭിനവിനെ നോക്കി ചോദിച്ചു. ഇത് കേട്ട ഉടനെ അഭിനവ് പരിഭ്രാന്തനായി അനന്യെ നോക്കി. ഇതിനെന്തു മറുപടി പറയണമെന്ന് 2 പേർക്കും അറിയില്ലായിരുന്നു. ഹരിദേവൻ അനന്യയുടെ പ്ലാനുകൾ തകിടം മറിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അഭിനവിന് ശരിക്കും അനന്യയ്ക്കൊപ്പം പോകേണ്ടി വരുമോ? ശ്രീരാഗിനെ പ്രകോപിപ്പിക്കുന്ന ഇത്രയും വലിയൊരു റിസ്ക് അനന്യ എടുക്കുമോ? ഹരിദേവന് അവരുടെ ബന്ധത്തിന്റെ കാപട്യം മനസ്സിലായോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമെന്തായിരിക്കും? അറിയാൻ തുടർന്ന് കേൾക്കുക ദ റിട്ടേൺ ഓഫ് ടൈഗർ, പോക്കറ്റ് FM-ൽ മാത്രം.